ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ഇന്നത്തെ നമ്മുടെ വിഷയം ശനിദശ നിങ്ങൾക്ക് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, പരിഹാരം എന്താണ് എന്നാണ് എത്രയും പെട്ടെന്ന് ചോദ്യം എന്ന് പറയുന്നത്. പരിഹാരം എന്ത് ചെയ്താലാണ് ഇതൊന്ന് ശരിയാവാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതൊരു വിജ്ഞാന രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കർമ്മദോഷമാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാത്തിനും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. അപ്പം ഞാൻ കുഞ്ഞുനാളിലൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള അസ്ട്രോളജറാണ്. എന്നിട്ടും അവരുടെ മകള് എന്ന് പറയുന്നത് ലവ് മാരേജ് ആയിട്ട് പോയി. അത് കണ്ടുപിടിക്കാൻ കൂടെ അസ്ട്രോളജർക്ക് സാധിച്ചില്ല എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് ആ ശാസ്ത്രം ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത്തരം വാക്കുകൾ പലരും ഉപയോഗിച്ചു പോരുന്നത് എന്നുള്ളതാണ്. കാരണം അവരുടെ വിധി എന്നുള്ളതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമ്മുടെ പാത ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ സിസേറിയൻ ആണ് ചെയ്യുന്നത് എങ്കിൽ നല്ല സമയമൊക്കെ നോക്കിയിട്ട് ഒരു ടൈമൊക്കെ നമ്മൾ കുറിക്കും. അസ്ട്രോളജറെ നോക്കിയിട്ട് അസ്ട്രോളജറോട് ചോദിച്ചിട്ട് നല്ല സമയമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എങ്കിലും എത്രത്തോളം നമ്മൾ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ടൈം എടുക്കുകയാണെങ്കിലും ആ കുട്ടിയുടെ കർമ്മദോഷത്തിനനുസരിച്ച് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതെല്ലാം ഭഗവാന്റെ കൈകളിലാണ്. നമ്മുടെ പൂർവ്വജന്മ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പൊ എന്താണ് നമ്മൾ ഈ ജ്യോതിഷം എന്തിനു നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ, നമ്മുടെ ആ റൂട്ട് എന്ന് പറയുന്നത്, ആ പാത എന്ന് പറയുന്നത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസേർട്ടൺ ആണ്. നമുക്ക് ഇരുട്ട് എന്ന് വിചാരിക്കുക അല്ലെ, നാളെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇരുട്ടായിട്ടുള്ള ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ജ്യോതിഷം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊരു ടോർച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പൊ NH പോലെയുള്ള പാതകളിലൂടെ പോവുകയാണെങ്കിൽ വളരെ അനായാസേന എത്രയോ കിലോമീറ്റേഴ്സ് ഇത്ര വേഗം കഴിഞ്ഞു എന്നൊക്കെ അതിശയപ്പെടാറുണ്ട് അല്ലെ. കാരണം ആ റോഡിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ യാത്ര എന്ന് പറയുന്നത് NH-ലൂടെയുള്ള യാത്രയും, കർമ്മദോഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ളവരുടെ യാത്ര എന്ന് പറയുന്നത് കുണ്ടും കുഴിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സാധാരണ രീതിയിൽ ജ്യോതിഷം നോക്കണം എന്നൊരാഗ്രഹം വരുമ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ വരിക. അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ ജ്യോതിഷം എന്നുള്ള ശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ ഏത് മേഖലയിലായിരിക്കും ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതാണ് ഒരു ടോർച്ച് എന്ന് വിചാരിക്കുക. അപ്പൊ ആ പാതയിൽ നമുക്ക് ടോർച്ച് അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു കുണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു കുഴിയുണ്ട്, അപ്പൊ നമ്മൾ ഒന്ന് ചാടി കിടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു മുൾവേലി അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യണം എന്നൊക്കെ നമുക്ക് ഈ ടോർച്ച് ഉപയോഗിച്ചിട്ട് ആ വെളിച്ചം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ടോർച്ചായിട്ടാണ് എന്തിനെ ഉപയോഗിക്കേണ്ടത്? ജ്യോതിഷത്തെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നതിനുപരി നമുക്ക് പാസ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല, പൂർവ്വജന്മം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല. നമ്മൾ ഇന്നലെ വരെ ചെയ്തിട്ടുള്ള തെറ്റുകളും അത് തിരുത്താനും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നാളെ എന്തായിരിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിൽ മാത്രമാണ്. അപ്പോൾ ഈ ശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും. നല്ല ധാർമ്മികതയിൽ ജീവിക്കുമ്പോഴാണ്, അതായത് മറ്റുള്ളവരുടെ സ്വത്തിൽ ആഗ്രഹം ഇല്ലാതിരിക്കുക, നമ്മളെ കൊണ്ടാവണ സഹായം സമൂഹത്തിന് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ ശനി എന്നുള്ള ഗ്രഹത്തിന്റെ പ്ലേസ്മെന്റ് ബുദ്ധിമുട്ടില്ലാത്തൊരു പൊസിഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ്, നമ്മൾ 2-3 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ശനിയെ കുറിച്ച്. അപ്പൊ ഏകദേശം ഒരു ബേസിക് ഐഡിയ അതിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ശനി എപ്പോഴും ദോഷമാണോ തരണത് എന്നുള്ളതിനൊരു ചെറിയൊരു ആശ്വാസമായിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇവിടെ ശനി ദശ വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. ശനിയുടെ പൊസിഷൻ, അതും ശുക്രന്റെ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിൽ കൂടുതൽ അനുകൂലമായിട്ട് വരും എന്നൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ശനി ദശ വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ശനി ആരുടെ കൂടെ നിൽക്കുകയാണ്? കേതുവിന്റെ കൂടെ നിൽക്കുകയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. കേതു എന്ന് പറയുന്നത് ഒരു ജ്ഞാനകാരകനാണ്. അപ്പൊ ആ കേതുവിന്റെ കൂടെ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ആ ശനിയുടെ കാരകത്വം മാക്സിമം നെഗറ്റീവ് കാരകത്വങ്ങളാണ് ശനിക്ക് തരാനുള്ളത്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കേതു എന്നുള്ള ജ്ഞാനകാരകൻ ചേരുമ്പോൾ സാധിക്കുന്നതാണ്.
അപ്പൊ നമ്മുടെ ഹൊറോസ്കോപ്പില് ശനി പ്ലസ് കേതു ആണെങ്കിൽ, ശനിദശ വരികയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആ ശനിയുടേതായിട്ടുള്ള നെഗറ്റീവ്സ് കുറയ്ക്കാനായിട്ട് ഈ കേതുവിന് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഡിഗ്രിയാണ്. ആ 8 ഡിഗ്രിക്കൊക്കെ ഉള്ളിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ 10-20 ഡിഗ്രിയുടെ വ്യത്യാസമൊക്കെ വരുമ്പോൾ ശനിയുടേതായിട്ടുള്ള സ്വഭാവം കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ 8 ഡിഗ്രിക്ക് ഉള്ളിലൊക്കെയാണ് ശനി കേതു കൺജങ്ഷൻ നടക്കുന്നത് എങ്കിൽ ആ ശനിദശ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ പോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 3, 6, 11 ഉപജയസ്ഥാനങ്ങൾ എന്നൊക്കെ പറയും. അവിടെ നിൽക്കുന്നത് ശനിദശയ്ക്ക് നല്ലതായിരിക്കും. അപ്പൊ ആ ശനി എന്നുള്ള ആ പ്ലാനറ്റിന്റെ പൊസിഷൻ 3, 6, 11 വരിക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇടവ ലഗ്നമാണെന്ന് വിചാരിക്കുക. ഇടവ ലഗ്നം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. അപ്പൊ ഈ ഇടവ ലഗ്ന ജാതകന് രാജയോഗാധിപതിയാണ്. എന്താണ് രാജയോഗാധിപതി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്രത്തിന്റെയും കോണത്തിന്റെയും അധിപരായിട്ട് വരിക. അതാണ് രാജയോഗാധിപതി. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 9, 10 അധിപനായിട്ടാണ് ശനി വരുന്നത്. അപ്പൊ രാജയോഗം തരണ ഒരു ഗ്രഹമാണ് ഇടവ ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ശനി. അപ്പൊ നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ ഇടവ ലഗ്നത്തില് ശനി നാച്ചുറലായിട്ട് ഉച്ചം സംഭവിക്കുന്നത് തുലാമിലാണ്. അപ്പൊ ഏത് നമ്പറാണ് വന്നിരിക്കുന്നത്? 6ാം ഭാവം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 6ാം ഭാവത്തില് ഉച്ചം ചെയ്തു കഴിഞ്ഞാലും ശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ശനിയുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 3, 6, 11 ഉണ്ടാവണത് ആ ശനിദശയ്ക്ക് ദോഷവശങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉച്ചവക്രം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വക്രം ഉച്ചം സംഭവിക്കുകയാണെങ്കിൽ, ശനിക്ക് ഉച്ചം സംഭവിക്കുകയാണെങ്കിൽ ശനിയുടെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് കൂടുതലായിട്ട് വരും. അതും ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ തുലാം ലഗ്നാണെന്ന് വിചാരിക്കുക. ഇവിടെ ശനി ഉച്ചം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെ നമ്മൾ വിചാരിക്കും, ആ ശനിയുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാരകത്വങ്ങൾ, സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുക, കോൺഫിഡൻസ് കുറയുക, ഇങ്ങനെയുള്ള കുറെ നെഗറ്റീവ് കാരകത്വങ്ങൾ ശനിക്കുണ്ട്. അപ്പൊ ആ ശനി മോശം ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആ ശനി മോശം ചെയ്യാതിരിക്കണമെങ്കിൽ ആ ശനിക്ക് എന്ത് സംഭവിച്ചിരിക്കണം? വക്രം സംഭവിച്ചിരിക്കണം. അപ്പൊ ശനിക്ക് വക്രം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ശനിയുടെ ബാഡ് കാരകത്വങ്ങളൊന്നും തന്നെ ഈ ലഗ്ന ജാതകന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ജാതകത്തിൽ ആ ജാതകനെ നമ്മൾ എന്ത് പറയാൻ പാടില്ല? വക്രം സംഭവിച്ചതായതുകൊണ്ട് ആ ശനിയുടെ നെഗറ്റീവ് കാരകത്വങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു മിഥുന ലഗ്നാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയാണ് ലഗ്നം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 5ാം ഭാവത്തില് ശനി വന്നിട്ടുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ ശനി എന്ന് പറയുന്നത് ത്രികോണങ്ങളിൽ വരാൻ പാടില്ല എന്നാണ് നമ്മൾ മൂലഗ്രന്ഥങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെയുള്ള ശനി എന്ന് പറയുന്നത് 5ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫാണ്. അതുപോലെ തന്നെ നമ്മുടെ സന്താനം എന്നുള്ളതാണ്. അപ്പൊ സന്താനത്തിന് പ്രശ്നം വരുമല്ലോ, 5ൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സന്താനം ഉണ്ടാവാനായിട്ട് പ്രശ്നം പറയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉച്ചത്തിൽ നിൽക്കണ ശനി മാത്രമാണെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെയും വക്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഉച്ചവക്രം എന്ന് പറയുന്നത് ശനിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ ഉച്ച സ്വഭാവത്തിന്റെ ആ നെഗറ്റീവ് കാരകത്വങ്ങൾ ചെയ്യാനായിട്ട് കഴിയാതെ ഒരു കൺട്രോൾ വരികയാണ്. നമ്മുടെ ഈ പോയിന്റ്സുകളൊക്കെ ശരിക്കും ഒരു കൺട്രോൾ കൊടുക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടെ വക്രമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ എന്ത് സംഭവിക്കും? മിഥുന ലഗ്ന ജാതകന് 5ാം ഭാവത്തില് ശനി നിന്നിട്ടുണ്ടെങ്കിലും വക്രത്തിലാണ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സന്താന ദോഷം ഉണ്ടാവുന്നില്ല, സന്താനങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉച്ചവക്രത്തെ കുറിച്ച്. അതേസമയം നീചവക്രം എന്നുണ്ട്. അപ്പൊ ശനി നീചമാവണത് ഇവിടെയാണ്, മേടം രാശിയിലാണ് ശനി നീചമാവുന്നത്. അപ്പൊ നീചം എന്ന് പറയുമ്പോൾ കുറഞ്ഞ പാപത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശനിയുടെ കംപ്ലീറ്റ് ആയിട്ട് നല്ല ശക്തി കിട്ടുമ്പോഴാണ് ശനിയുടെ കാരകത്വങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്യുക. അപ്പൊ അവിടെ നീചം എന്ന് സംഭവിക്കുമ്പോൾ ശനിക്ക് തന്നെ ഒരു കപ്പാസിറ്റി മേടം രാശിയിൽ ഇല്ലാതാവുകയാണ്. അപ്പൊ അത്ര പ്രശ്നം വരുന്നില്ല. അതേസമയം നീചമായിട്ട് അവിടെ വക്രം സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വളരെയധികം ദോഷവശങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ കുറെ സൂക്ഷ്മമായിട്ടുള്ള പോയിന്റുകൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ശനിദശ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അല്ലാതെ ഒരു 1, 2 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പൊ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയപരിമിതി കൂടെ ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി വ്യക്തമായി കൂടുതൽ അറിവിലേക്ക് ഞാൻ ജസ്റ്റ് ഓരോ പോയിന്റ് ഇട്ട് തരുന്നേ ഉള്ളൂ. അതിനെ കൂടുതലായിട്ട് ചിന്തിച്ച് ധാരാളം ജാതകങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ജ്യോതിഷം എന്നുള്ള ഈ ശാസ്ത്രം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക.
പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.